കായംകുളം കോടതിയിൽ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബി ബോബൻ പതാക ഉയർത്തി. കായംകുളം കോടതിയിൽ രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബോബൻ പതാക ഉയർത്തി. കായംകുളം കോടതി മുൻസിഫ് എ അനീസ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഈ ഒരു വേളയിൽ അവരുടെ ജീവത്യാഗത്തെ നമുക്ക് അനുസ്മരിക്കാം. അതോടൊപ്പം അവർ വിഭാവന ചെയ്ത ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വികസനത്തിലായി നമുക്കും പങ്കുചേരാം. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ആദർശങ്ങളും നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. നമുക്ക് ഈ ലഭിച്ച രാഷ്ട്രം നമ്മുടെ ഭാവി തലമുറയ്ക്ക് കുറെ കൂടി സുസ്ഥിരമായി കൈമാറേണ്ട ചുമതലയും നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. അത് മനസ്സിലാക്കി നമ്മുടെ രാഷ്ട്ര വികസനത്തിൽ അർപ്പണബോധത്തോടും സമത്വത്തോടും നമ്മളും പങ്കാളികളാകുമെന്ന് ഈ ഒരു വേളയിൽ നമുക്ക് ഏവർക്കും പ്രതിജ്ഞയെടുക്കാം. സ്വാതന്ത്ര്യദിനം എന്ന് വെച്ചാൽ ഒരു ദിവസം ആഘോഷിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല, അത് നമ്മളുടെ ഓരോ ദിവസം നമ്മളുടെ ഓരോ കാര്യത്തിലും നിക്ഷിപ്തമായിട്ടുള്ളൊരു മൂല്യമാണ്. ആ മൂല്യം സംരക്ഷകനാണ് കോടതി. ആ കോടതിയിലത്തെ ഓരോ ഭാഗങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം നമ്മളുടെ ഡ്യൂട്ടിയാണ് ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് പോവുക. നമ്മളുടെ കോടതിയാൽ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടട്ടെ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുന്നു. കായംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് സുനിൽകുമാർ, സീനിയർ അഭിഭാഷകരായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, അഡ്വക്കേറ്റ് എ ഷാജഹാൻ, അഡ്വക്കേറ്റ് എ അജികുമാർ, അഡ്വക്കേറ്റ് ഒ ഹാരിസ്, അഡ്വക്കേറ്റ് നന്ദകുമാർ, അഡ്വക്കേറ്റ് MR സലീം, അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ്, അഡ്വക്കേറ്റ് കല, അഡ്വക്കേറ്റ് ജൂബി, ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ശശിധരൻ എന്നിവർ ആശംസാ സന്ദേശം നൽകി. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് H സുനി സ്വാഗതവും ട്രഷറർ അഡ്വക്കേറ്റ് ഉണ്ണി ജെ വാരിത്ത് നന്ദിയും പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.